പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ കൊല്ലണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത്. എന്നാൽ ഇതേ സമയമാകട്ടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കൃഷ്ണയുടെ സത്യസന്ധത തിരിച്ചറിയാൻ ഇടയാകുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. മാത്രവുമല്ല, ഭരത്തിന്റെ ചതി ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് കാവ്യ. ഇതോടെ ഭരത്തിനോട് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. ഇനിയും നിന്നെ പോലെയുള്ള ഒരു ചതിയനെ വീട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭരത് തനിക്കൊരു തെറ്റുപറ്റിപ്പോയതായി വ്യക്തമാക്കുകയാണ്. ഭരത് തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് കരയുന്നതിനായി ഭരത് തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ ഭരത്തിനോട് ക്ഷമിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് കാവ്യ എടുക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയുമായി തുടങ്ങിയ കാര്യമല്ല. ഒരുപാട് നാളുകളായി ഇവൻ ഇതേ കാര്യം തന്നെ ചെയ്യുന്നത്. എപ്പോഴും കൃഷ്ണയെ ഉപദ്രവിക്കുന്നതിനാണ് ഇവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇതെല്ലാം ക്ഷമിച്ചു തരാൻ തയ്യാറല്ല. ഈ കാര്യം കേൾക്കുന്ന ജയമോഹിനി ഭരത്തിനോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം വീണ്ടും പറയുകയും അവനൊരു തെറ്റുപറ്റിപ്പോയതാകാമെന്നും നീ സഹോദരനോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നീരജയും ഭരത്തിന്റെ കാര്യത്തിൽ ഇതേ തുടർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നീരജയുടെ കുടുംബത്തിന്റെ കാര്യമായതിനാൽ ഒടുവിൽ കൃഷ്ണയും കാവ്യയെ ചെന്ന് കാണുകയാണ്. കാവ്യയോട് പ്രശ്നങ്ങൾ വഷളാക്കേണ്ടതില്ല എന്നും അവന് മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഒരു അവസരം കൂടി കൊടുത്തു നോക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നീ ഹൈപ്പർ ആകേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഡോക്ടറെ കാണുന്നതിനായി പോകാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അതിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് കൃഷ്ണയുടെ ഭാര്യയായ കാവ്യ. എന്നാൽ ഇതേ സമയം എത്രയും പെട്ടെന്ന് തന്നെ മുത്തും മണിക്കുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ കാവ്യയെയും കൂട്ടിക്കൊണ്ട് മുത്തിനെയും അതുപോലെ തന്നെ മണിക്കുട്ടിയെയും കാണാൻ തയ്യാറാകുന്നു. അവിടെ വെച്ച് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. മണിക്കുട്ടി ഇത് കേട്ടതിനെ തുടർന്ന് മുത്തിനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല എന്നും മുത്ത് തൻ്റെ സഹോദരി തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മുത്തിനോട് മണിക്കുട്ടിയെ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. മുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയുന്ന കൃഷ്ണ, മുത്ത് എൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം നിനക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. മാത്രവുമല്ല, നിന്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതിനായി മണിക്കുട്ടിക്ക് സാധിക്കുകയുമില്ല. അത് നീ മനസ്സിലാക്കണം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ മുത്ത്. ഇതോടെ മണിക്കുട്ടിയോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന മുത്ത് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. മുത്ത് എന്നോട് ക്ഷമ ചോദിക്കേണ്ടതില്ല എന്ന് മണിക്കുട്ടി അറിയിക്കുകയും നീ എൻ്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ നീ ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യ മറ്റൊരു തീരുമാനം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. മുത്തിന്റെ കൂടെ ഇനി മുതൽ മണിക്കുട്ടിയും പഠിക്കാൻ പോകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പഠിക്കുന്നതിൽ മണിക്കുട്ടി മുന്നിൽ തന്നെയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ
ഈ കാര്യത്തിൽ ഇനി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാവ്യ തന്റെ തീരുമാനം നടത്തുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മണിക്കുട്ടിയും വളരെയധികം സന്തോഷിക്കുന്നു. മുത്തും ഇതേ തുടർന്ന് തനിക്ക് ഈ കാര്യത്തിൽ എതിർപ്പില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ജയമോഹിനിക്ക് തിരിച്ചടി ആകുന്നുവെങ്കിലും ഒടുവിൽ ജയമോഹിനി മണിക്കുട്ടിയെ അംഗീകരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ്. മണിക്കുട്ടിയോട് ഒരുപാട് ദേഷ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതെല്ലാം ഇപ്പോൾ മറക്കാൻ തയ്യാറാവുകയാണ്. മണിക്കുട്ടിയും എൻ്റെ മുത്തിനെ പോലെ തന്നെയാണ് എന്ന് ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് ജയമോഹിനി. ജയമോഹിനിയുടെ അപ്രതീക്ഷിതമായ ഈ മാറ്റം ഞെട്ടിച്ചു കളയുകയാണ് മണിക്കുട്ടിയെ. എന്നാൽ ഇതേ സമയമാകട്ടെ ഉമ താൻ ചെയ്ത തെറ്റുകൾക്ക് എല്ലാവരോടും മാപ്പ് പറയുകയാണ്. താൻ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണമെന്നും വ്യക്തമാക്കുന്ന ഉമ കൃഷ്ണയും കാവ്യയും ഒരുമിച്ച് ജീവിക്കുക തന്നെ വേണമെന്ന് പറയുകയും അത് തന്നെയാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. താനൊരു സുഹൃത്തായി കൂടെയുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഉമ മാത്രവുമല്ല, ഇനി കാവ്യ തൻ്റെ സഹോദരിയെ പോലെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൃഷ്ണയെയും കൂട്ടിക്കൊണ്ട് കാവ്യ ഡോക്ടറെ കാണുന്നതിനായി പോകുന്നത്. ഡോക്ടർ കാഴ്ചശേഷി തിരികെ ലഭിക്കും കൃഷ്ണയ്ക്ക് എന്ന് ഉറപ്പു പറയുകയും ഇതേ തുടർന്ന് ഓപ്പറേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സക്സസ് ആവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം കാവ്യ ചെയ്യുന്നത്. ഒടുവിൽ ഓപ്പറേഷൻ സക്സസ് ആയി എന്നുള്ള ന്യൂസ് പുറത്തേക്ക് വരുന്ന ഡോക്ടർ പറയുകയും ഉടൻ തന്നെ കാഴ്ച തിരികെ ലഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കൃഷ്ണ വീണ്ടും ലോകം കണ്ട് തുടങ്ങുകയാണ്. കാഴ്ചശേഷി തിരികെ ലഭിച്ചതിനെ തുടർന്ന് കാവ്യയെ ചെന്ന് കാണുന്ന കൃഷ്ണ തനിക്ക് വീണ്ടും കാവ്യയെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.